ചിക്കനും ബീഫും മാത്രമൊക്കെ വരട്ടിയെടുത്താൽ മതിയാ. നമ്മളുടെ ഈ ഒരു കോഴിമുട്ടനെ വരട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? സംഭവം ഉഷാറാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പില പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. പിന്നെ 3 സവാള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതും പച്ചമുളകും കൂടെ ചേർത്തിട്ട് കളറൊക്കെ മാറി വന്നവരെ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഒരു പകുതി തക്കാളി ചെറുതാക്കി അരിഞ്ഞോട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി പൊടികളായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേ ഒരു 1/4 ഗ്ലാസ് നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് പച്ച, മഞ്ഞ, ചുവപ്പ് എല്ലാ കളറും ഉണ്ടായാലും ഞാൻ എല്ലാം ചേർത്തിരിക്കുന്നു കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടേ നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഒരെണ്ണത്തിനെ 4 മുറിക്കുന്ന രീതിയിൽ വേണം കേട്ടോ മുറിച്ചെടുക്കാനായിട്ട്. എഗ് വൈറ്റ് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു മസാല മുട്ടയും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മുട്ടൻ്റെ മഞ്ഞ ഭാഗം വേണമെന്നുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുക്കുക. അല്ലാത്തവർ അങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഓവർ മിക്സ് ഒന്നും ആക്കരുത് കേട്ടോ ഇതങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി മല്ലിയിലേക്ക് ഉണ്ടെങ്കിലേ ചെറുതാക്കി എരിഞ്ഞ് അതും അതിൻ്റെ മേലെ കൂടെ ഇട്ടോളൂ കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കോഴിമുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക്, ചോറിന്, ഇടിയപ്പത്തിനൊക്കെ പറ്റിയതല്ല.